ഉണ്ണിക്കണ്ണന് സ്തന്യം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവകി മോഹാലസ്യത്തിലേക്ക് വഴുതി വീഴുന്നു. ഈ സമയം വാസുദേവൻ ഉണ്ണിയെയും കൊണ്ട് ഗോകുലത്തിലേക്ക് നടക്കുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് ദേവകിക്ക് നഷ്ടപ്പെട്ട ബോധം തിരിച്ചു വന്നു. ഉണ്ണി ഉണ്ണി ഹൃദയം പൊട്ടുമാറുള്ള വേദനയോടെ ഒരു ഭ്രാന്തിയെ പോലെ ആ മാതാവ് കാരാഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് ഓടുന്നു. എന്നാൽ ഒരു നിമിഷം തൻ്റെ കാലിൽ കുരുങ്ങിയ ചങ്ങലകൾ തനിക്ക് ബന്ധനങ്ങളാണെന്ന് ആ മാതാവ് തിരിച്ചറിഞ്ഞു. ഉണ്ണി മോനെ, ഉണ്ണി, നിന്റെ ചുണ്ടുകളെ ഒന്ന് ഈറനണിയിക്കാൻ പോലുമുള്ള സ്തന്യം ഈ ഹതഭാഗ്യയായ മാതാവിനില്ലല്ലോ. ഹൃദയം പൊട്ടുന്ന വേദനയോടെ ദേവകി ആ തടവറയിൽ കുഴഞ്ഞു വീഴുന്നു. ഓർമ്മകൾ വരുമ്പോഴെല്ലാം ആ തടവറയുടെ അകത്തളത്തിൽ തലതല്ലി കരയുകയാണ് ആ മാതാവ്. ആ മാതൃവാത്സല്യം സ്വയം കുറ്റപ്പെടുത്തലുകളിൽ എരിഞ്ഞടങ്ങുകയാണ്. താൻ എന്തു മാതാവാണ്! നൊന്തു പ്രസവിച്ച തൻ്റെ ഉണ്ണിക്ക് ഒരു തുള്ളി സ്തന്യം മാത്രം നൽകി അവനെ ദൂരേക്കു യാത്രയാക്കിയ ദുഷ്ടയായ മാതാവ്. ആ മാതാവ് തടവറയുടെ 4 ഭിത്തികൾക്കുള്ളിൽ അലറിക്കരഞ്ഞുകൊണ്ട് ഉണ്ണി മോനെ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തടവറയുടെ വാതിലുകൾ ഓരോന്നായി വാസുദേവന്റെ മുൻപിൽ തുറക്കപ്പെട്ടു. പ്രകൃതി വളരെയധികം കോപിച്ചിരിക്കുന്നു. ഇടിയും മിന്നലും കൊടുങ്കാറ്റും മഴയും എല്ലാം ചേർന്ന ഭീകരാന്തരീക്ഷം. ഈ അവസ്ഥയിൽ താൻ ഈ പൊടി പൈതലിനെയും കൊണ്ട് എങ്ങനെ സഹോദരന്റെ ഭവനത്തിലെത്തും ഭഗവാനെ? അടിയന് ഇത് സാധ്യമാകുമോ നാരായണ? ഒരു നിമിഷം സാക്ഷാൽ നാരായണന്റെ വാക്കുകൾ വാസുദേവന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഭഗവാനെ നാരായണ, വൈകുണ്ഠനാഥ, അങ്ങയുടെ ആജ്ഞ ഞാനിതാ ശിരസാ വഹിക്കുന്നു. അങ്ങ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിക്കുന്നു. വാസുദേവൻ തൻ്റെ പൊന്നോമനെ മാറോട് ചേർത്ത് നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ കൂരിരുട്ടിലൂടെ നടക്കാൻ തുടങ്ങി. വാസുദേവനു മുൻപിൽ സാക്ഷാൽ നാരായണൻ പ്രത്യക്ഷനാകുന്നു. പിതാവേ, ധൈര്യമായി മുന്നോട്ട് പൊയ്ക്കോളൂ, ഞാൻ കൂടെയുണ്ട്. വാസുദേവൻ പൊന്നുണ്ണിയെ ഹൃദയത്തോട് ചേർത്ത് ആ ഹൃദയത്തിൻ്റെ ചൂട് അവന് നൽകിക്കൊണ്ട് ആ പേമാരിയിലൂടെ അതിശീഘ്രം നടന്നു നീങ്ങി. പെട്ടെന്ന് അതിശക്തമായ ഒരു കാറ്റ് ആഞ്ഞു വീശി. എവിടെ നിന്നോ ഒരു കുട്ട അവിടെ പറന്നു വന്നു വീണു. വാസുദേവൻ ആ കുട്ടയിൽ അമ്മയുടെ ഗർഭപാത്രത്തിലെ ചൂടുമാറാത്ത ചോരക്കുഞ്ഞിനെ അതിൽ കിടത്തി. അപ്പോഴും ആ മായാമോഹന രൂപം വാസുദേവനെ നോക്കി പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു. സ്വന്തം മേൽമുണ്ടുകൊണ്ട് തൻ്റെ പൊന്നോമനയെ പുതപ്പിച്ചു. അതിഭയാനകമായ മിന്നൽ പിണരുകൾക്കിടയിലൂടെ വലിയ ഒരു ഇല ആ കുട്ടയുടെ മുകളിൽ വന്നു വീണു. പൊന്നുണ്ണിയെ പേമാരിയിൽ നിന്നും ആ ഇല സംരക്ഷിച്ചു. അഗ്നിദേവൻ വാസുദേവന് വെട്ടം നൽകി. ഒരുപാട് ദൂരം നടന്ന ശേഷം വാസുദേവൻ യമുനാ നദിക്കരയിലെത്തി. യമുനാ നദി ആർത്തലച്ചുകൊണ്ട് ഒഴുകുകയാണ്. വാസുദേവൻ ഒരു നിമിഷം തൻ്റെ പൊന്നോമനയെ നോക്കി. എങ്ങനെയാണ് ഈ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന യമുനാ നദി കടക്കുക നാരായണ? വാസുദേവൻ ഹൃദയം നുറങ്ങുമാറുള്ള വേദനയോടെ നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിച്ചു. ഒരു നിമിഷം ഭഗവാന്റെ വാക്കുകൾ വാസുദേവന്റെ കർണങ്ങളിൽ അലയടിച്ചു. പോകൂ, വേഗം യമുനാ നദി കടന്ന് ഈ കുഞ്ഞിനെ യശോദയുടെ അരികിൽ കിടത്തി യശോദയുടെ കുഞ്ഞിനെ ലോകമായ ദേവിയെയും കൊണ്ട് തിരിച്ചു പോകൂ. പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ നാരായണ നാരായണ എന്ന് ഉറക്കെ ജപിച്ചുകൊണ്ട് കണ്ണുകൾ ശാന്തമായി അടച്ച് യമുനാ നദിയിലേക്കിറങ്ങി. ഘോരമായ പേമാരിയിൽ നിന്നും ഉണ്ണിയുടെ രക്ഷകനായി ശേഷനാഗം ഉണ്ണിക്ക് കുടപിടിച്ചു. നാസിക വരെ ജലത്തിൽ മുങ്ങിയിരിക്കുന്ന വാസുദേവന്റെ ഇനി ശ്വാസമെടുക്കാൻ സാക്ഷാൽ നാരായണൻ തന്നെ കരിയണം. ഒരു നിമിഷം യമുനാ നദി 2ആയി പിളർന്നു. 2 ഭാഗത്തേക്കും ഒഴുകാൻ തുടങ്ങി. സാക്ഷാൽ നാരായണനെ ഗോകുലത്തിലേക്ക് ആനയിച്ചു. വാസുദേവൻ ഗോകുലത്തിലെത്തിയതും ഗോകുലത്തിൻ്റെ വാതിലുകളെല്ലാം താനെ തുറക്കപ്പെട്ടു. മോഹാലസ്യത്തിലായിരുന്ന യശോദയുടെ അരികിൽ നിന്നും പെൺകുഞ്ഞിനെ എടുത്ത് ഹൃദയത്തോട് ചേർത്ത ശേഷം ഉണ്ണിയെ അവിടെ കിടത്തി വാസുദേവൻ. ഉണ്ണി മോനെ, ഈ പിതാവിനോട് ക്ഷമിക്കൂ പുത്ര. മാതാവിൽ നിന്നും നിന്നെ അകറ്റിയതിന് ഇതല്ലാതെ നിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പിതാവിന് വേറെ മാർഗങ്ങളില്ല. എന്നോട് ക്ഷമിക്കൂ പുത്ര. ഭഗവാന്റെ ആജ്ഞ ഞാൻ ശിരസാ